എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വൃത്തിയുള്ള ബാത്റൂമിന് വേണ്ട കുറച്ച് ശീലങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് വൃത്തിയുള്ള ബാത്റൂം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ ബാത്റൂമും ക്ലീൻ ചെയ്യുന്നുണ്ടാവും. എന്നാലും ഈ കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂം എപ്പോഴും കുറച്ചും കൂടെ ക്ലീനും നീറ്റുമായിട്ട് കിടക്കും. അപ്പോൾ അതിലാദ്യത്തെ ശീലം, നമ്മുടെ വീട്ടിലെ ബാത്റൂമിൽ വാഷ് ബേസിനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് വെക്കുക. അതിൽ ചെറിയ ചെറിയ സോപ്പിൻ്റെ പതയൊക്കെ വീണിട്ട് അഴുക്കൊക്കെ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വാഷ് ബേസിൻ എല്ലാ ദിവസവും മുടങ്ങാതെ ക്ലീൻ ചെയ്യുക. അത് എപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോഴൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോഴൊക്കെ ക്ലീൻ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി ആ സമയത്ത് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ബാത്റൂമിലുള്ള ടാപ്പുകൾ, ഷവർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഷവർ എല്ലാ ദിവസവും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റണമെന്നില്ല, അത് കുറച്ച് ഹൈറ്റിലാണല്ലോ. പക്ഷേ നമുക്ക് ടാപ്പുകൾ, അതുപോലെ ഫ്ലഷ് ടാങ്കിലേക്ക് വരുന്ന ടാപ്പുകൾ, ഹെൽത്ത് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും തന്നെ ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ അതിലൊന്നും ഒരിക്കലും കറകളൊന്നും പിടിച്ച് വൃത്തികേടൊന്നും ആവില്ല. പിന്നെ നമ്മൾ എപ്പോഴൊക്കെ ബാത്റൂമിൽ പോവോ അപ്പോഴൊക്കെ അത്യാവശ്യം നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യുന്നതാണ്, എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നാൽ പോലും പലരും ശ്രദ്ധിക്കാതെയൊക്കെ അത് വിട്ടു പോകാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ ബാത്റൂമിൽ പോകുന്നോ അപ്പോഴൊക്കെ ബാത്റൂം അത്യാവശ്യം നല്ല ക്ലീൻ ആണോ നീറ്റാണോ എന്നൊക്കെ നോക്കുക. പ്രത്യേകിച്ച് ഓരോരുത്തർ കുളിക്കാനൊക്കെ കയറി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ചില ആളുകൾ ബാത്റൂമിൽ മുടിയൊക്കെ വീണ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇട്ടിട്ട് പോകും. ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ അവരതെടുത്ത് കളഞ്ഞോളൂ എന്നോർത്തിട്ട്. അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മുടെ തലയിൽ നിന്ന് വീണ മുടിയല്ലേ, അത് നമ്മൾ തന്നെ ക്ലീൻ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട്, നമ്മുടെ ബാത്റൂമിൽ കുളി കഴിഞ്ഞ ശേഷം ഒരിക്കലും നനഞ്ഞ ടവലോ തോർത്തോ ഒന്നും ഇടരുത്. അത് ആ ബാത്റൂമിൽ കിടന്ന് അതിൻ്റെ ഉള്ളിലൊരു സ്മെല്ല് പിടിക്കാനും അതുപോലെ ടവലും തോർത്തിലും ഒക്കെ പൂപ്പൽ പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഇട്ട് ഉണക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇനി അടുത്തതായിട്ട്, നമ്മളുടെ കുളി കഴിഞ്ഞാൽ ആ വാൾ ടൈലിലുള്ള വെള്ളമൊക്കെ ജസ്റ്റ് ഒരു വൈപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളയുക. പ്രത്യേകിച്ച് നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ മേത്തുള്ള അഴുക്കും സോപ്പിൻ്റെ പതയൊക്കെ വാൾ ടൈലിലൊക്കെ പിടിക്കും. അത് നമ്മൾ ക്ലീൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ അതവിടെ പാടായിട്ടിരിക്കും. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മളത് സ്ക്രബ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് ഉടനെ തന്നെ അത് വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി, നമുക്ക് വളരെ ഈസി ആയിട്ട് അത് വൈപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരോടും ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യം. അല്ല എങ്കിൽ വീട്ടിൽ 1-2 പേര് ചെയ്താൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ബാത്റൂമിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തതായിട്ട്, നമ്മുടെ ബാത്റൂമിൽ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്പേസ് കൊടുക്കുക. ഷാംപൂസ് വെക്കാൻ, അതുപോലെ മോയ്സ്ചറൈസർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബാത്റൂമിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു സ്പേസ് കൊടുക്കുക. അല്ലെങ്കിൽ ക്ലീനിങ് ലോഷനുകൾ, ഇപ്പം നമ്മൾ ബാത്റൂം കഴുകുന്ന ലോഷൻ, അതുപോലെ ഫ്ലോർ കഴുകുന്ന ലോഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അതിനായിട്ട് ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അതിൽ വെക്കുക. അതുപോലെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ബ്രഷുകൾ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ബ്രഷുകൾ, അതെല്ലാം അലക്ഷ്യമായിട്ട് വെക്കാതിരിക്കുക. അത് പറ്റുമെങ്കിൽ എവിടെയെങ്കിലും കൊളത്തിയിടുകയോ അല്ലെങ്കിൽ അതുപോലുള്ള ബ്രഷുകൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബാസ്ക്കറ്റിൽ വെക്കുകയോ ചെയ്യുക. ഇനി അടുത്തതായിട്ട്, നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് ധാരാളം മതിയാവും നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. എന്നും ക്ലീൻ ചെയ്യുന്ന ബാത്റൂം ആകുമ്പോൾ ഒത്തിരി അഴുക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ടോയ്ലറ്റ്, മിറർ, അതുപോലെ ടൈലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും തന്നെ ക്ലീൻ ചെയ്യുക. അപ്പോൾ ഒരു 5 മിനിറ്റ് അതിനായിട്ട് വയ്ക്കുക. അപ്പോൾ ഒരു ബാത്റൂം ക്ലീനിങ്ങിന് വേണ്ടി തന്നെ ഒരു സമയം കണ്ടെത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നവരാണ്. അപ്പോൾ കുളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നായിട്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂമും വൃത്തിയാവും. അത് കഴിഞ്ഞ് നമ്മുടെ ദേഹവും കുളിച്ച് വൃത്തിയാക്കി നമുക്ക് പുറത്തിറങ്ങാം. അപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെല്ലാ ആഴ്ചയിലും ഒരു 10 മിനിറ്റെങ്കിലും ബാത്റൂം ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആഴ്ചയുടെ അവസാനത്തിൽ നമ്മുടെ ബാത്റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഭാഗവും നന്നായിട്ട് വൃത്തിയാക്കുക. അതുപോലെ ക്ലീനിങ് സപ്ലൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂം എന്നും എപ്പോഴും നല്ല വൃത്തിയുള്ളതും സുഗന്ധപൂരിതവുമായിട്ട് കിടക്കും. ആവശ്യമില്ലാത്ത പൊട്ടമാണോ ഒന്നും നമ്മുടെ ബാത്റൂമിന് ഉണ്ടാവില്ല. എപ്പോഴും ഒരു നല്ല
സ്മെല്ലുണ്ടാവും. പിന്നെ ഇതിനേക്കാൾ ഉപരി എപ്പോഴും എന്തെങ്കിലും നല്ല സ്മെല്ല് കിട്ടുന്ന എന്തെങ്കിലും സാധനങ്ങൾ ബാത്റൂമിൽ വെക്കുക. അപ്പോൾ എയർ ഫ്രഷ്നർ പോലുള്ളതൊക്കെ ബാത്റൂമിൽ വെക്കുകയാണെങ്കിൽ ബാത്റൂമിൽ എപ്പോഴും നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബാത്റൂം എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാം, അതുപോലെ 5 മിനിറ്റിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം, അങ്ങനെ ഒത്തിരി വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.